അല്ലേ സർക്കാർ കൈമാറുന്നത്? അല്ലല്ല, പട്ടയം ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. ആ വീടുകള് റോഡും അതുപോലുള്ള അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടായി. വീടിന്റെ പണി അതല്ലേ നല്ലത്. ഉദ്ഘാടനം ചെയ്തില്ല എന്ന് കൂട്ടിക്കോ. വീട് അവർക്ക് കൊടുത്തിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇതൊക്കെയാണ് ഞൊണ്ടിഞ്ഞായ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അതൊരു ഞൊണ്ടിഞ്ഞായമാണ്. അതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. 187 കുടുംബത്തിനെ മാത്രം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? 410 നമ്മൾ ആകെ നിർമ്മിക്കുന്നത്. 187 വീടുണ്ടായാൽ 157 ആളിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. അതിന് 410 ആളുകൾ ബാക്കി വീടുകൾ ഇനിയും ഉണ്ടാക്കാൻ പോകല്ലേ. അതുകൊണ്ടല്ലേ നറുക്കിട്ടെടുക്കുന്നത്. ഇഷ്ടക്കാരെ വിളിച്ചു ചോദിച്ചു കൊടുത്തതല്ല, ഓരോ ഇഷ്ടക്കാർക്കും വിളിച്ചു കൊടുത്തതല്ല, നറുക്കിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് അതിൽ നിന്നും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. ആ വീട് കിട്ടിയവർക്കും ആക്ഷേപമില്ല, കിട്ടാത്തവർക്കും ആക്ഷേപമില്ല. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ ആക്ഷേപം ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ 410 വീടാണ് ഉണ്ടാക്കുന്നത്. 410 വീട് 178 വീടാണ് സർക്കാർ കൈമാറിയത്. അതായത് പത്രയിലെ പൂർത്തിയായി അതെ, അതിന്റെ പണി പോലും മുഴുവൻ പൂർത്തിയായിട്ടില്ലെങ്കിൽ എന്തിനാ ഇത്ര നേരത്തെ ഉദ്ഘാടനം ചെയ്തത്? മെല്ലെ ഉദ്ഘാടനം ചെയ്താൽ പോരെ എന്നാണ് ചോദ്യം. അതിപ്പോ തൽക്കാലം ഉദ്ഘാടനം ഒന്നും ചെയ്യാതെ ഇതൊന്നും ചെയ്ത് നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. ഈ ഗവൺമെന്റ് കോടാനുകോടി മനുഷ്യരുടെ ആഗ്രഹാഭിലാഷങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക വിരിച്ച് ഇത്തരം സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാളവരെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ആ വീടിന്റെ താക്കോലേൽപ്പിച്ച് താമസിക്കാൻ പോകുന്നത് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഉദ്ഘാടനത്തിന് മുമ്പാണെങ്കിൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് നോക്കുക, ഇപ്പൊ CPM ജില്ലാ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക, വീടും പട്ടയവും കൈമാറി എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായി പറയുന്നത്. അപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നിങ്ങൾ ഇതിന്റെ നല്ല വശങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. സൂക്കറാണ്. ഞാൻ അതിന് ഇപ്പൊ പെട്ടെന്ന് വരുന്നവരുണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ കഴിയുന്നില്ല. നിങ്ങൾക്ക് വലിയ അസഹിഷ്ണുതയാണ് അതിൽ. ഈ ഗവൺമെന്റ് എത്രയേറെ വീടുകൾ ഉണ്ടാക്കിയല്ലോ എന്നുള്ളതിന്റെ അസഹിഷ്ണുത. അതല്ലാത്തവർക്കൊന്നും ഉണ്ടാവില്ല.